നമസ്കാരം. ചൊവ്വാഴ്ച US മാർക്കറ്റുകളും ഗ്ലോബൽ മാർക്കറ്റുകളും എല്ലാം നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ട കാരണം പല മോർഗൻ സ്റ്റാൻലി അതുപോലെ തന്നെ ഗോൾഡ്മാൻ സാക്സ് എന്നിവരുടെ CEO മാർക്കറ്റ് ഒരു കറക്ഷന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞതും അതുപോലെ AI റിലേറ്റഡ് ഫണ്ട് ആ സെക്ടറിലേക്ക് വരുന്നത് അത് നല്ല റിട്ടേൺ തരാൻ കുറെ കൂടുതൽ സമയമെടുക്കും. ജനറൽ അറ്റ്ലാന്റിക് അതുപോലെ HSBC എന്നീ പല കമ്പനികളുടെ സിഇഒകളൊക്കെ അഭിപ്രായപ്പെട്ടതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച മാർക്കറ്റ് നന്നായിട്ട് താഴേക്ക് വന്നിരുന്നു. എന്നാൽ ബുധനാഴ്ച അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം അതേപോലെ തന്നെ വീണ്ടും തിരിച്ചു കയറി. അപ്പോൾ ഡൗ ജോൺസ് 0.48%, S&P 500 0.37%, നാസ്ഡാക്ക് 0.65% പോസിറ്റീവായിട്ടാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത്. അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് തുടർച്ചയായ ഒരു തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു. ഗവൺമെന്റ് ഷട്ട് ഡൗൺ വീണ്ടും പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഡെമോക്രാറ്റുകൾ ന്യൂയോർക്കിന്റെ ഗവർണറായിട്ട് സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. കൂടാതെ ട്രംപിന്റെ ജനപ്രീതി നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നു. അതായത് താരിഫ് റിലേറ്റഡ് ഇഷ്യൂ ഒക്കെ ആയിട്ട് കുറഞ്ഞു വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ട്രംപിന്റെ ഈ താരിഫ് ഏർപ്പെടുത്തിയ വിധിക്കെതിരെ രണ്ട് കോടതികൾ നേരത്തെ എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ അതേ സംബന്ധിച്ചുള്ള വിധിയും ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ട്രംപിന് അനുകൂലമായിട്ടാണ് വിധി വന്നെങ്കിൽ ട്രംപ് കൂടുതൽ ശക്തനാകും. ഇനി ട്രംപിന് എതിരായിട്ടാണ് വിധി വരുന്നെങ്കിൽ പൊതുവെ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. ഈ താരിഫ് ഇനി ചുമത്താനാവില്ലാത്തതും ചുമത്തിയ താരിഫുകൾ ഒരുപക്ഷെ തിരിച്ചു കൊടുക്കണം, അത്തരത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാകും. മോർഗൻ സ്റ്റാൻലി 2026 ജൂണിലോടുകൂടി ഇന്ത്യൻ സെൻസെക്സ് 1 ലക്ഷം കടക്കും, ഒരു 30% അപ്പാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് വേസ്റ്റ് സിനാരിയോ വന്നാൽ 70,000 എന്നുള്ള രീതിയിൽ അവരുടെ പ്രവചനം വരുന്നുണ്ട്. US പല സ്റ്റോക്കുകളും ഒരു വാല്യുവേഷൻ ഹൈ ആണ്. US മാത്രമല്ല, ചൈന, ഹോങ്കോങ്, കോസ്പി, കൊറിയൻ എക്കോണമികളെല്ലാം പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. പലയിടത്തും വാല്യുവേഷൻ ഹൈ ആണ് പല സ്റ്റോക്കിന്റെ എന്ന് പറയുന്നത്. AI റിലേറ്റഡ് ബബിൾ ആണെന്നുള്ള ധാരണ വരുന്നുണ്ട്. AI റിലേറ്റഡ് കമ്പനികളിലേക്ക് വളരെയധികം ഫണ്ടുകൾ വരുന്നുണ്ട്. അത് ഇപ്പോഴത്തെ കമ്പനികളുടെ പ്രകടനമായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലാണ് വരുന്നത്. അതിന്റെ റിട്ടേൺ കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഒരുപക്ഷെ IBM ഒക്കെ കൂടുതൽ ജീവനക്കാരെ പിരിച്ചുവിടും എന്ന തരത്തിലുള്ള വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സർവീസ് PMI ഡേറ്റ ആണ് വരുന്നത്. ജപ്പാന്റെ സർവീസ് PMI ഡേറ്റ ചെറിയൊരു ഗ്രോത്ത് കാണിക്കുന്നതായിട്ട് ആണ് വന്നേക്കുന്നത്. UK ഇൻട്രസ്റ്റ് ഡിസിഷൻ ഉണ്ട്. അതുപോലെ US ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. അമേരിക്കയിൽ ഈ ഷട്ട് ഡൗൺ പ്രമാണിച്ച് പലതരത്തിലുള്ള ഡേറ്റകളും കൃത്യമായിട്ട് വരുന്നില്ല. അത് അമേരിക്കൻ എക്കോണമിയെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനി ലെൻസ്കാർഡിന്റെ IPO 28 ടൈംസ് ആണ് അത് സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഗുരുവയുടെ IPO തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 85% അവർ ഇപ്പോഴും ഷോർട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 69% അവർ ലോങ് പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ അപ്പോളോ ഹോസ്പിറ്റൽ, ലൂപ്പിന്, ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ABB ഇന്ത്യ, ഒല ഇലക്ട്രിക് മൊബിലിറ്റി, സൈഡസ് ലൈഫ് സയൻസ്, അബൌട്ട് ഇന്ത്യ, അംബർ എന്റർപ്രൈസസ് എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് വരാനിരിക്കുന്നത്. പലരും ഈ മോർഗൻ സ്റ്റാൻലി MSCI ഇൻഡെക്സുകളെ പറ്റിയൊക്കെ 2 ദിവസമായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. അവർ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് ആഡ് ചെയ്യുന്ന കമ്പനികൾ പേടിഎം, ഫോർട്ടിസ്, GE വെർണോവ, സീമെൻസ് എനർജി എന്നീ കമ്പനികളാണ്. അതിൽ നിന്ന് ആ ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോകുന്നത് കോൺകോ, ടാറ്റ, ELXI എന്നാണ്. ചിലപ്പോൾ മോർഗൻ സ്റ്റാൻലിയുടെ കമ്പനികളിൽ ആഡ് ചെയ്യപ്പെട്ട കമ്പനികളിലേക്ക് ഫണ്ട് ഫ്ലോ വരുന്നതിനും പുറത്താക്കപ്പെട്ട കമ്പനികളിലേക്ക് ഫണ്ട് ഫ്ലോ പുറത്തു പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഗ്ലോബലി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഇൻഡെക്സുകളാണ് ഈ